ചേച്ചി എണീക്കണ്ട, വേദനിക്കും. 2-3 സ്റ്റിച്ചുണ്ട്. ഞാനെവിടാ? ഏതാ സ്ഥലം? പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാവാത്ത സ്ഥലമാണ്. ഇത്തിരി വെള്ളം കൊടുക്കടി. വിനു, ഇങ്ങോട്ട് പോരൂ. ഉപദ്രവിക്കണ്ട, സ്വസ്ഥായി കിടക്കട്ടെ പാവം. എന്തായി കാട്ടണത്? എന്താ വേണ്ടത്? എനിക്ക് പോണം. ഈ നിലയിലോ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എങ്ങടെ വേണമെങ്കിലും പോയിക്കോളൂ. അതുവരെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കാതിരിക്കാൻ നിങ്ങൾ ആരാ? ഇവിടെ കിടന്ന് മരിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചില്ലല്ലോ. ആ അവകാശമുണ്ട്. വരൂ, വന്ന് കിടക്കൂ. നല്ല പൊടിയേരി വെക്കണുണ്ട്. കാലായാലും അത് കഴിക്കാം. കിടന്നോളൂ. കുറച്ചു നേരം കഴിയുമ്പോ ഡോക്ടർ വരും. ഉള്ളിൽ എന്തൊക്കെയാ വിഷമമെന്ന് നേരിട്ട് പറഞ്ഞോളൂ. ഇതാരുടെ വീടാ? എന്റെ വീട്. അത് ഞങ്ങളുടെ പപ്പ. അറിയോ? അറിയാതിരിക്കില്ലല്ലോ അല്ലേ? നിനക്ക് ചില പുതിയ സ്വന്തക്കാരെ കിട്ടിയെന്ന് പറയണ കേട്ടു. ശരിയാ. എന്തേ? എന്നിട്ട് എവിടെ പോയി? അത് നിങ്ങൾക്കല്ലേ അറിയണത്. എനിക്കോ? ഞാനെങ്ങനെ അറിയാനാ? എന്നാൽ അറിഞ്ഞോ, സേതു ചത്തിട്ടൊന്നുമില്ല, കരുതിയിരുന്നോ. അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ ചെയ്തില്ല, ചെയ്യിച്ചു. പോട്ടെ, കുഞ്ഞപ്പൻ ഗ്യാങ്ങൊക്കെ പോയോ? ആ, എനിക്കറിയില്ല. നീ എന്തിനാണ് വന്നത്? ചേച്ചി പറഞ്ഞു വിട്ടതാ. എന്ത്? നീ പറയണ്ട, അവൻ എന്റെ അടുത്ത് വന്നതാ. നിങ്ങളൊന്ന് പോ തോമസേട്ടാ. നീ പോടാ, ഇവൻ കീരിക്കാടന്മാരുടെ ചോരയാ. ഓ, കീരിക്കടന്മാരെ ചോര. ജോസിന്റെ മരിച്ചത് പിന്നെ നിങ്ങൾ ആ തള്ളയും മക്കളെ ഇവിടെ ഓടിയാൻ പണയത്തിനെടുത്ത്. എന്നാ ജോസിന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ച് മതം മാറ്റി വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാം. നീയൊക്കെ കൂടി അവനെ ഈ വെട്ടിൽ കൊണ്ട് ചാടിച്ചത്. പക്ഷെ ഇവനെ ഞങ്ങൾ നോക്കും, അംഗീകരിക്കും. എന്റെ ജോസിനെ ജനിച്ചതാ, ഞങ്ങളുടെ ചോരയാ. എന്താടാ, എന്താ വിശേഷം? പേരപ്പെട്ട് പറ. ആരോടും പറയരുതെന്നാ ചേച്ചി പറഞ്ഞത്. ഏത് ചേച്ചി? നിന്റെ അപ്പനുണ്ടായിരുന്നല്ലോ അവള്. എങ്ങാണ്ട് പഴിച്ചുണ്ടായതിനെ ചേച്ചി. നീ പറ, എന്താ ഇത്ര രഹസ്യം അവിടെ? പേരപ്പല്ല ചോദിക്കണേ. ഒരാളുണ്ട് വീട്ടില്, അയാൾ എണീറ്റെന്ന് പറയാൻ പറഞ്ഞു. എണീറ്റോ? ആരാ? ഞാൻ പറയാം. നിങ്ങൾ സംശയിക്കുന്ന ആള് തന്നെ, സേതുമാധവൻ. ഈ പരമേട്ടൻ എന്ന് പറഞ്ഞത് പരമേശ്വരനെയാണോ? അതെ, ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഒരേ ഒരു ബന്ധുവാ പരമേട്ടൻ. ഞങ്ങളുടെ എന്ത് കാര്യവും പരമേട്ടനെ അറിയിക്കും. രാവിലെ വന്നിരുന്നോ? അപ്പൊ മയക്കം തെളിഞ്ഞിട്ടില്ല. ഉണർന്ന ഉടനെ അറിയിക്കണമെന്ന് പറഞ്ഞാ പോയത്. വിനുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് കുട്ടിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? എനിക്കറിയാം നിങ്ങളെ. സേതുമാധവൻ അല്ലേ? ഞങ്ങളുടെ പപ്പയെ കൊന്ന സേതുമാധവൻ. പിന്നെന്തിനാണ് എന്നെ രക്ഷിച്ചത്? കണ്ടില്ലെന്ന് അടിച്ചിരുന്നുവെങ്കിൽ ചോര വാർന്ന് നേരം വെളുക്കുമ്പോഴേക്കും മരിച്ചു കിടക്കുന്നത് കാണായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുറ്റത്ത് കിടന്ന് മരിച്ചാൽ ഞങ്ങളുടെ പപ്പയെ തിരിച്ചു കിട്ടുമോ? ഞങ്ങളുടെ നഷ്ടം തീരുവോ? പപ്പയെ കൊന്നവൻ കൺമുമ്പിൽ കിടന്ന് ചാവണത് കാണായിരുന്നില്ലേ? നല്ല കാഴ്ച. ആരും മരിക്കണത് എനിക്കിഷ്ടല്ല. മരണം എപ്പോഴും നഷ്ടപ്പെടുത്തിയുള്ളൂ. പപ്പയെ കൊന്നപ്പോ നിങ്ങൾ എന്ത് നേടി? 5-8 കൊല്ലത്തെ ജയിൽവാസം അല്ലേ? ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെയാ ഇല്ലാണ്ടായത്. നിങ്ങൾ മരിച്ചാലും ഞങ്ങളെപ്പോലെ അനാഥരാവുന്ന ആരെങ്കിലും ഉണ്ടാവും. പിന്നെ പരമേട്ടൻ പറഞ്ഞ് കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം. എന്റെ പപ്പയ്ക്ക് നിങ്ങളോട് ക്ഷമിക്കാമായിരുന്നു. എനിക്ക് നിങ്ങളോട് ഒരിക്കലും
ദേഷ്യം തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾക്കൊക്കെ കുറച്ച് കാരുണ്യം എന്നോട് കാട്ടാമോ? എന്താ ചേച്ചി? ഇനിയെങ്കിലും അയാൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാമോ? എന്റെ ജോസേട്ടനെ കൊന്നവൻ ഈ വീട്ടിൽ കഴിയ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി വെറുതെ ഓരോ ആലോചിച്ചുണ്ടാക്കുക. ഇവൾക്ക് അങ്ങനെ കഴിയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നുവിനേക്കാൾ ഇഷ്ടായിരുന്നു പപ്പയ്ക്ക് ഇവള്. മോളെ നല്ലാതെ വിളിച്ചിട്ടില്ല. ആ മോളിപ്പോ ഞാൻ ചെയ്യണത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലമ്മേ. അയാൾ ആരും ആയിക്കോട്ടെ, ഒരു മനുഷ്യനല്ലേ. പപ്പയുടെ ആത്മാവ് എന്നോട് പൊറുക്കും. മരിക്കാൻ പോകുന്ന ഒരാളോട് എന്ത് ശത്രുതയാണ് ചേച്ചി? ഇപ്പൊ അയാള് രക്ഷപ്പെട്ടില്ലേ? ഇനി അയാൾ ഇവിടെ തങ്ങണത് എനിക്കിഷ്ടല്ല. ശരി, ഞാനൊന്ന് കാണട്ടവനെ. മോളെ, പപ്പായ്ക്ക് ചോറിരിക്കുന്നുണ്ടോടി? അതെന്ത് ചോദ്യ? ദിവസം ഇയാളുടെ പങ്കെടുത്ത് മാറ്റിവെക്കും 3 നേരം. ആ ഒരു ഉറപ്പേ എനിക്കുള്ളൂ. എന്റെ വീട്ടിലുണ്ടാവില്ല അത്. എല്ലാവർക്കും എന്റെ പണം മാത്രം മതി. ഞാനൊന്ന് വീണുപോയാൽ ആരും ഉണ്ടാവില്ല. പപ്പ, ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ പപ്പ? അങ്ങനെ അങ്ങ് നിർത്താൻ പറ്റുമോ? ഞാൻ തല പതുക്കി ഒന്ന് താഴ്ത്തിയാൽ അടിക്കാൻ തരം നോക്കി ശത്രുക്കൾ നിൽക്കുന്നുണ്ട്. മോളുടെ കാര്യത്തിലെ പപ്പയ്ക്ക് വിഷമുള്ളൂ. എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ കുടുംബക്കാർ നിങ്ങളെ വെച്ചേക്കില്ല. വിനു എങ്ങനെയും ജീവിക്കും. അവൻ ആൺകുട്ടിയാണല്ലോ. നിങ്ങളെ ആരും അംഗീകരിക്കില്ല. കൊണ്ടുപോകണോ പരമേട്ട? അതെ, അതാ നല്ലത്. അമ്മയോട് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. 2 ദിവസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് ഞാൻ നോക്കിക്കൊള്ളാം. അമ്മ പറഞ്ഞത് ചെറിയ കാര്യമില്ല. നമ്മളത് മനസ്സിലാക്കണ്ടേ? പോകാം. ആ, ഒരു വണ്ടി വിളിച്ചിട്ട്. അത് സാരമില്ല. റോഡിലോട്ട് ഇറങ്ങിയാൽ ഏതെങ്കിലും ഓട്ടോറിക്ഷ കിട്ടും. കുട്ടിയോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെയൊക്കെ ജീവിതം ഞാൻ മൂലം തകരുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പൊ എന്റെ ജീവൻ നിങ്ങളൊക്കെ കൂടെ തിരിച്ചു തന്നു. പറഞ്ഞു തീർക്കാനുള്ളതല്ല അതൊന്നും. മറക്കില്ല. അമ്മയോട് പറഞ്ഞേക്ക. എന്തിനാണ് അവിടെ നിന്ന് എത്തി നോക്കുന്നത്? പോയി നടന്നു. വീട്ടിലേക്ക് പോയിക്കൂടെ നിനക്ക്? ഇല്ല, വീട്ടിലേക്കില്ല. ഈ രൂപത്തിൽ പ്രത്യേകിച്ചും. എന്നാലൊരു കാര്യം ചെയ്യാം. നമ്മുടെ തമിഴിന്റെ ലോഡ്ജിൽ ഒരു മുറിയെടുക്കാം, ഭേദാവണവരെ. പിന്നെ ഇങ്ങോട്ട് പോരാം. നിങ്ങൾ എന്താ ഈ ആലോചിക്കണേ? മനുഷ്യരുടെ കാര്യങ്ങള്, ഇന്നലത്തെ ശത്രു, ഇന്നത്തെ ബന്ധു. വിചിത്രം തന്നെ. സ്വന്തം അച്ഛനെ കൊന്നവന് വേണ്ടി എന്തെല്ലാം ചെയ്തു ആ അമ്മയും മക്കളും. എത്ര നല്ല ആളുകൾ അവരെന്നറിയോ? ജോസഫ് ഒരു മനുഷ്യനായിട്ട് പെരുമാറിയിട്ടുള്ളത് അവരോട് മാത്രമാ. തിരിച്ചങ്ങനെ സ്നേഹിക്കാനും അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോസിന് വേറെ ഭാര്യയും മക്കളും ഒന്നുമില്ലേ? അതുണ്ട്, കുടുംബത്തില്. അതിൽ 2 പെൺകുട്ടികളുണ്ട്. മാധവി ചേച്ചിയുടെ കഥ ഒരു കഥയാ. ഏതോ നല്ല കുടുംബത്തെയായിരുന്നു. തമ്പുരാട്ടിയാണെന്നാ തോന്നുന്നത്. പഠിക്കാൻ പോയ കാലത്ത് ഒരു നേവിക്കനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അതിലുള്ളതാ ഇന്ദു. ഇന്ദുവിന് 10-12 വയസ്സുള്ളപ്പോ പെട്ടെന്നൊരു അപകടത്തിൽ അയാൾ മരിച്ചു. പിന്നെ അവരെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായില്ല. ജീവിക്കാൻ വഴിയില്ലാണ്ടായപ്പോ ചില വലിയ വലിയ ആൾക്കാരോട് അവർ പോയി തുടങ്ങി. കൊച്ചിയിൽ ഒരു സേട്ട ഒരിക്കൽ ജോസേട്ടൻ ഉണർന്നു കൊടുത്ത്. പിന്നെ ജോസേട്ടൻ അവരെ കാണാൻ വേണ്ടി ഇടയ്ക്ക് കൊച്ചിക്ക് പോയി തുടങ്ങി. അവര് പുറമെ ആരുടെ അടുത്തും പോകണ്ടായി. ഒരു ദിവസം ജോസേട്ടൻ എന്നെ മുറിലേക്ക് വിളിച്ചു. ഞാനൊരു അഭിപ്രായം ചോദിക്കാനാണ് നിന്നെ വിളിച്ചത്. നമ്മുടെ വരവും പോക്കും ഇവിടെ അടുത്ത ഫ്ലാറ്റുകാർക്കൊക്കെ പ്രശ്നമായിരിക്കുന്നു. ഞാനൊരു കാര്യം തീരുമാനിച്ചു. മാധവിയും മോളൻ രാമപുരത്തിന് കൊണ്ടുപോകാൻ. എന്നിട്ട്
നമ്മൾ ആ അമ്പലത്തിനടുത്തൊരു വീടും പറമ്പ് നോക്കിയിട്ടില്ലേ? അത് വാങ്ങും, എന്നിട്ട് അവിടെ താമസിപ്പിക്കും. എന്താ നിന്റെ അഭിപ്രായം? വീട്ടിലുള്ളവര് എന്റെ ഇഷ്ട, എനിക്ക് തോന്നിയോണം ചെയ്യും. ആർക്കാടാ ചോദിക്കാൻ ധൈര്യം? ജോസേട്ടൻ ജീവിച്ചിരുന്നപ്പോ അവർക്കൊരു വിഷമങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്ദുവിന്റെ ജീവനായിരുന്നു. ഒരു പ്ലാവിലെ എടുപ്പിക്കില്ല. ഇന്നാ പെൺകുട്ടി കുടുംബം നോക്കാൻ കഷ്ടപ്പെടുക. കുറച്ചു നാള് ട്യൂഷൻ പഠിപ്പിച്ചു. ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നങ്ങളാ. ഇത്തിരി തൊലിയെളുപ്പം ചന്തം ഉണ്ടായി പോയല്ലോ. പിന്നെ അമ്മയ്ക്കുള്ള ചീത്തപ്പേരും. ഇപ്പോ ഇവിടെ ഒരു ടെലിഫോൺ ബൂത്തിലിരിക്കാ പെണ്ണ്. ആ കുട്ടി പറഞ്ഞത് എത്ര ശരിയാണ്. മരണം എപ്പോഴും നഷ്ടപ്പെടുത്തുകയുള്ളൂ. അച്ഛന്റെ മരണം, വളർത്തച്ഛന്റെ മരണം, ഞാൻ തകർത്ത ജീവിതങ്ങൾ. പാവം. എന്നിട്ടും എന്നോട് കരുണ കാണിച്ചു. മനസ്സിലാവുന്നില്ല, ഇതെല്ലാം എങ്ങനെ ഞാൻ തിരുത്തും? എനിക്കറിയില്ല. നീ ചെയ്തത് തെറ്റാണെന്നല്ല അമ്മ പറയണത്. ആ മനുഷ്യനൊരു പാവമായിരിക്കാം. എന്നാലും നമ്മുടെ പപ്പയെ കൊന്നവനാ. ആളുകൾ കേട്ടാൽ തന്നെ എന്തു പറയും? മാത്രമല്ല, കീരിക്കാടന്മാരാണ് അത് ചെയ്തതെന്ന് പരമേശ്വരൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് പേടിയായി. ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക അവര്. അയാൾ എന്തിനാമേ നമ്മുടെ പപ്പയെ കൊന്നത്? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? തുറക്കടി വാതില്. എന്താ വേണ്ടത് നിങ്ങൾക്ക്? എന്താ വേണ്ടത് പറഞ്ഞുതരാം. വാതിൽ തുറക്കടി. കാര്യം പറയാതെ വാതിൽ തുറക്കില്ല. തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കട ജോയി. ജോയിച്ച എന്ത് അക്രമമായി കാണിക്കണേ? ഒരുത്തിനകത്ത് രക്ഷിച്ച് കിടത്തിയിട്ടില്ലേ എന്റെ ജോസേട്ടനെ കൊന്ന തെണ്ടീനെ? ഇല്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നുണ പറയണ്ട, എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വരണേ. അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി എന്തോ ഒച്ച കേട്ട് ഞങ്ങൾ എണീറ്റ് നോക്കിയപ്പോ ഒരാൾ ചോരയെ കുളിച്ച് കിടക്കുക. ആരാണെന്ന് ആദ്യം മനസ്സിലായില്ല. ഇന്ദു ഓടിപ്പോയി തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഡോക്ടർ അലക്സിനെ വിളിച്ചോണ്ട് വന്നു. അകത്തെടുത്ത് ചോര തുടച്ച് കളഞ്ഞപ്പോൾ ആളെ മനസ്സിലായത്. മുറിവൊക്കെ കുത്തിക്കെട്ടി 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് പോവുകയും ചെയ്തു. ഇപ്പൊ ഞങ്ങൾ അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ ഇവിടെ. അവൻ എങ്ങടാ പോയത്? ഞങ്ങൾക്കറിയില്ല. ഞങ്ങളോട്ട് ചോദിച്ചില്ല, പറഞ്ഞുമില്ല. ജോസേട്ടനെ കൊന്നവൻ ഇവിടെ വന്ന് പെട്ടെന്നുള്ള കാര്യം എന്തുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല? അറിയിച്ചോളണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. നിയമം ഉണ്ടടി, നീ അറിയിക്കണ്ട. നിന്റെ തന്ത വേറെയാ. പക്ഷെ എന്റെ തള്ള അറിയിക്കണം. ആ നിൽക്കുന്നവന്റെ തന്ത എന്റെ ജോസേട്ടനാണെങ്കിൽ. വാടാ വാ. കണ്ടോടി, ഇപ്പൊ കണ്ടോ? ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായില്ല. ഇനി ഇതിന്റെ പേരിൽ കേൾക്കാൻ പോണ തെറിയും ചീത്തയും എത്രയാണെന്നറിയോ? അയാൾ അവിടെ തന്നെ കിടന്ന് ചത്ത. ചേച്ചിക്ക് എന്തായിരുന്നു? നീയോ? വാ. എന്താണ് ഞാൻ കാണുന്നത്? വെട്ടിയതാ. കയ്യിലും നെഞ്ചിലും ഒക്കെ ഉണ്ട്. ആയുസിനിയും ബാക്കിയുണ്ട്. ഞാൻ വീട്ടിൽ പോയിരുന്നു. അച്ഛൻ പറഞ്ഞു നീ ഏതോ സൈക്കിൾ കടയിലാണ് താമസമെന്ന്. അവിടെ ചോദിച്ചപ്പോഴാ ഈ ലോഡ്ജിലാണെന്ന് അറിഞ്ഞത്. അയാൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ. നിനക്ക് വീട്ടിൽ പോയി താമസിച്ചൂടെ? ഏത് വീട്? കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാത്തവനാണ് ഞാൻ. കണ്ടോ, ആ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടപ്പെട്ടത്. സ്വപ്നങ്ങളും ജീവിതവും എല്ലാം. എന്നിട്ടൊരു കിരീടം വെച്ചു തന്നു. ഇപ്പൊ ദാ മുഖത്ത് കണ്ടില്ലേ? ആരെയും പറഞ്ഞു മനസ്സിലാക്കണ്ട. കൊള്ളാം, ഭംഗിയുണ്ടല്ലേ? അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. എന്തിന്? ഇനി ഇത് മാറ്റാൻ പാടില്ല. സേതുമാധവന്റെ കിരീടത്തിൽ ഇതൊരു തൂവൽ. തൂവലോ? അതെ, തൂവൽ. നിനക്കതൊന്നും മനസ്സിലാവില്ല അല്ലേ, മണ്ടൻ?
എന്ത് ശരിയായത്? നിനക്ക് ആകെ ഒരു മാറ്റമുണ്ട്. ജയിലിൽ നിന്ന് വന്നപ്പോ കണ്ട സേതു അല്ലത്. അല്ല അല്ലേ? ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, വെറും മനുഷ്യൻ സേതുമാധവനാണ്. ഇനി ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. മിണ്ടരുതാ വാക്ക്. ശരിയാവും അത്രേ. കേട്ടു തുരുമ്പിച്ചു. ജീവിതത്തിൽ 1000 വട്ടം എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാവും. എന്റെ അമ്മ, അച്ഛൻ, പെങ്ങന്മാര്, അനിയൻ, ദേവി, നീ, അങ്ങനെ എല്ലാവരും പലവട്ടം പറഞ്ഞു ശരിയാവും. എവിടെ എവിടെ ശരിയായി? ശരിയാവില്ല. സേതുമാധവൻ ഒരിക്കലും ശരിയാവില്ല. സേതു, നമുക്ക് നാട്ടിലേക്ക് പോവാം. അവിടെ എന്റെ കമ്പനിയില് ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുതലാളി ഒന്ന് കാണാം. എനിക്ക് വേണ്ട, ഞാൻ വരില്ല. പിന്നെ എന്താ ചെയ്യാൻ പോണേ നീ? എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്.